നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കുപ്രത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങളത് ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്കറിയാം നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് പലതര കളികൾ അവരുടെ ജീവിതം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അവരുടെ വാലിഡേഷൻസ്, അവരുടെ എന്താ പറയുക, അവരുടെ നീഡ്സ്, അവർക്ക് എന്ത് കാര്യം അവരുടെ സെൽഫിഷ് ആയിട്ട് അവരുടെ മോട്ടീവ്സ് എല്ലാം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നവരാണ്. അവരുടെ ഫ്ലോസുകളും അവരുടെ വൾണറബിലിറ്റീസും ഒക്കെ കവർ ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് ജീവിക്കുന്നവരാണ് നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരെ കണ്ടുപിടിക്കാനും അവരുടെ ട്രിക്സുകളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ പല രീതിയിലുള്ള ഇവരുടെ രീതികൾ നമുക്ക് മനസ്സിലാവുമ്പോൾ ഇവരെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാവുന്നതിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇവിടെ ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് മൻചൗസൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഗെയിം പ്ലേ ചെയ്യുന്ന നാർസിസിനെയാണ്. അതൊരു ഡിസോർഡർ പോലെ തന്നെയാണ് മൻചൗസൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു വ്യക്തി അസുഖം അഭിനയിക്കുക എന്ന് പറയും. അസുഖം അഭിനയിച്ചുകൊണ്ട് അവർ ശരിക്കുമുള്ള അസുഖത്തിൻ്റെ എല്ലാ സിംറ്റംസും അവർ കാണിക്കുകയും ചില സമയത്ത് അവർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വരെ അണ്ടർഗോ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവർ. അതിന് വേണ്ടിയിട്ട്, കാരണം അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് സഹതാപം കിട്ടാൻ, അവർക്ക് കെയർ കിട്ടാൻ, അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും, ചിലയിടത്ത് അവർക്ക് വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, ചിലയിടത്ത് അവർക്ക് നമ്മൾ ചില സിമ്പതീസും, പിന്നെ അവരെ നമ്മൾ ചിലപ്പം എന്തൊരു വ്യക്തിയാണ്, ഈ അസുഖങ്ങളും അതും ഉണ്ടായിട്ട് അവരെങ്ങനെയാണ് എത്ര നല്ല രീതിയിലാണെന്നുള്ള ഒരു ഹൈ ഫീൽ കിട്ടാനും ഒക്കെ പല രീതികളിലാണ് അവരതങ്ങനെ ചെയ്യുന്നത്. അവർക്ക് എന്ത് വേണം എന്നുള്ളത് അവർക്ക് നല്ലതുപോലെ അറിയാം. സോ ദേ ക്രിയേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഫീലിംഗ്. അതിന് വേണ്ടിയിട്ട് അവർ അസുഖങ്ങൾ നല്ല രീതിയിൽ അഭിനയിക്കും. അവരൊരു സിക്ക് റോള് അവരിങ്ങനെ നല്ല രീതിയിൽ അഭിനയിച്ച് നമ്മുടെ മുമ്പിൽ തകർക്കും. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ ചില കാര്യങ്ങളിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ആരെങ്കിലും ഇൻലോസിനകത്ത് ചിലപ്പോൾ നമ്മളുടെ ഭർത്താക്കന്മാർ വെളിയിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക്, അപ്പോൾ ഭർത്താവ് ഈ മകൻ പറയുകയാണ്, അപ്പോൾ ജോലി സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും, അങ്ങനത്തെ ഒയ്യോ, അപ്പോൾ ഇവരുടെ ഒരു മൻചൗസൻ ഡിസോർഡർ ശരിക്ക് പുറത്തേക്ക് വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നല്ലപോലെ, അവർക്ക് പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും കാണൂല. ചിലപ്പോൾ അവർ ചില ഹോസ്പിറ്റലിൽ കയറിയിട്ട് അവർ നല്ല രീതിയിലുള്ള നല്ല 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 സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഒരു കാര്യത്തിലേക്കൊക്കെ ഇവരെ കൊണ്ടുവരും. എന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ പോയാൽ ശരിയാകുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പോക്കുകളെ നിർത്താനും, ഇവരുടെ കൂടെ ഇവർ അവിടെ നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുക, അല്ല അവരുടെ കാര്യങ്ങൾ നോക്കുക. അപ്പം ആ മകന് ഭയങ്കരമായിട്ട് ഫീല് വരും, അയ്യോ അമ്മയ്ക്ക് അങ്ങനെ സുഖമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെയാ എന്ന് തോന്നും. ഈവൻ ഈ മരുമകൾക്ക് പോലും അങ്ങനത്തെ ഒരു ഫീല് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുമകൾ തോന്നും, അമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫീലൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ മൻചൗസൻ വേറൊരു രീതിയിൽ നാർസിസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പാർട്ട്ണർ, അവരുടെ ലൈഫ് പാർട്ട്ണർ അവരിൽ നിന്ന് വിട്ടുമാറുകയാണ്, അവരിൽ നിന്ന് പോവുകയാണ്, അവരൊന്ന് മാറി നിൽക്കുന്നു, ചിലപ്പോൾ അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അതുവരെ കുഴപ്പമൊന്നുമില്ലാത്ത ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് പെട്ടെന്ന് അസുഖം വരും. പെട്ടെന്ന് അസുഖം വന്നിട്ട് അവർ താഴെ പോകുന്നു, തലകറങ്ങി വീഴുന്നു, അവർക്ക് ആകപ്പാട് വല്ലാത്ത അസ്വസ്ഥതകളും പ്രയാസങ്ങളും വരുന്നു. ചിലപ്പോൾ ഇവർ ഫുഡ് പോലും കഴിക്കും. ചിലപ്പോൾ ഇവർക്ക് ഇപ്പോൾ ചില ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ളവരായിരിക്കും. ഇവർ ഫുഡൊന്നും എടുക്കാതെയൊക്കെ ഇരുന്നിട്ട് ഇവർ തലകറങ്ങി വീഴുന്ന രീതിയിലേക്കൊക്കെ ഇവരാക്കും. എന്നിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ അത് പബ്ലിക്കിലെ അറ്റൻഷൻ കിട്ടുമെന്നുള്ളത് എൻഷുർ ചെയ്തിട്ടായിരിക്കും ഇവർ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ ഒരു വീട്ടിലേക്കൊരു ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു തലകറക്കം വന്നിട്ട് പെട്ടെന്ന് അവരിയ്ക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി റിലേറ്റീവ്സും അവരും എല്ലാം പറയണം, ആ വ്യക്തി ഒറ്റയ്ക്കായിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് ആരുമില്ലാതെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇത്രയും നാളും നമ്മൾ സാധാരണ പറയും, ഇത്രയും നാളും ആ വ്യക്തിയുടെ കൂടെ ജീവിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അയാൾക്കൊരു അസുഖം വന്നപ്പോൾ, ആ വ്യക്തിക്ക് ഒരു അസുഖം വന്നപ്പം കൂട്ടത്തിൽ ആരുമില്ല, ഒരു
മനുഷ്യനില്ല നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പബ്ലിക് ആ ഒരു സപ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു ഡ്രാമയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം മഞ്ചൗസൻ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ സൈക്കോളജിക്കൽ ഡിസോർഡറാണ് അത്. പക്ഷെ നാർസിസിസ്റ്റ് അതിനെ നമുക്കൊരു ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നാർസിസിസ്റ്റ് എടുത്തിട്ട് അവർ മാനിപ്പുലേറ്റീവ് ഗെയിം കളിക്കുന്നതാണ്. അവർക്ക് സുഖമില്ലാത്ത ഇൽനെസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരിൽ നിന്ന് സഹതാപവും മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെ നേടിയെടുക്കുക എന്ന് പറയുന്നത്. അതായത് അവരുടെ ഗ്രാൻഡിയോസ് ഫീലിങ്ങിനെ റീഎൻഫോഴ്സ് ചെയ്യുക. അവർക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ആ കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ, ഈ അസുഖത്തിൻ്റെ ഡ്രാമ കളിച്ചേ പറ്റൂ എന്നുള്ളത് വരും. അപ്പം ഒരു മഞ്ചൗസൻ ഇതിനകത്ത് ഒരു നാർസിസിസ്റ്റ് എപ്പോഴും അവനവൻ്റെ രോഗം ഫേക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം, ഞാനൊരു നാർസിസിസ്റ്റിൻ്റെ മഞ്ചൗസൻ സിൻഡ്രോം അല്ലെങ്കിൽ ആ മഞ്ചൗസൻ ഒരു ഗെയിമിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് കണ്ടിട്ട് ആരും ഒരാളുടെ അസുഖം അത് ഫേക്കാണോ, അയാൾ അങ്ങനെ ആക്കുന്നതാണ് എന്ന് പറയാനായിട്ട് ഇടവരരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് അവർക്ക് അസിസ്റ്റൻ്റ് വേണം, വേറെ എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ അവർക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ജോലിക്ക് പോകണം, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പോകണം. അപ്പോൾ നമുക്കൊരു ഹോം നേഴ്സിനെ ആക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റ്സുകൾ നടത്തുകയോ ഹോം വിസിറ്റിന് ഡോക്ടറെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കാൻ ഏൽപ്പിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. അതല്ലാതെ നമ്മൾ അവർ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി അഭിനയിക്കുക അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മഞ്ചൗസൻ നാർസിസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുകയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട് വരിക, അന്വേഷിക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, കാര്യങ്ങൾ ഇതാക്കുക, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും പറയുകയാണ് അവർക്ക് ആരുടെയെങ്കിലും സഹായം വേണം എന്ന് പറയുകയാണ്, അതിനുള്ള സഹായമൊക്കെ ആക്കി കൊടുക്കുക. നിങ്ങളായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറോ നിങ്ങളുടെ പ്രോഗ്രസ്സോ ഒരു നാർസിസിസ്റ്റിക്കിൻ്റെ മഞ്ചൗസൻ ഗെയിമിൽ നിന്ന് നിങ്ങൾ മോശമാക്കി കളയരുത്. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ പ്രോഗ്രസ്സും നിങ്ങളുടെ ലൈഫിൻ്റെ ഗോൾസും എല്ലാം ഇവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇവരുടെ റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യുന്ന പോലൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ഗെയിം, അവർ കളിക്കുന്ന ഗെയിമിൽ വീഴരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മഞ്ചൗസൻ നാർസിസിസ്റ്റിൻ്റെ കാര്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള ഇതുപോലെയുള്ള നമ്മളുടെ ലൈഫിൻ്റെ പല ഏരിയാസിലും ഈ അബ്യൂസ് കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അബ്യൂസുകളെ തിരിച്ചറിയും, അതനുസരിച്ച് ഡീൽ ചെയ്യുമാണ് വരേണ്ടത്. നെഗ്ലക്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ അതിനെ ഹാൻഡിൽ ചെയ്യാതിരിക്കുകയോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തികളെയും അതിൽ നിന്ന് വരുന്ന പെരുമാറ്റങ്ങളെയും നല്ലതുപോലെ മനസ്സിലാക്കിയും അതനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കാനും നമുക്ക് പറ്റണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനോഹരമായിട്ട് സന്തോഷമായിട്ട് പീസ്ഫുള്ളായിട്ട് പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഒരിക്കലും അബ്യൂസിനെ പ്രൊമോട്ട് ചെയ്യാതെ നല്ലൊരു ജീവിതം ജീവിക്കാൻ നമ്മെ ദൈവമെല്ലാം അനുഗ്രഹിക്കട്ടെ.